അർജുൻ്റെ ബന്ധു ജിതിൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. ഇതിന് സംഭവ സ്ഥലത്ത് തന്നെയുണ്ട്. അവിടെ ഇരുന്ന് കുഴപ്പമില്ല. ഇതിന് നിലവിൽ നേരത്തെ SPയെ ഫോണിൽ വിളിച്ചിരുന്നല്ലോ. അന്നേരം പറഞ്ഞത് വെയിറ്റ് ഫോർ മീ എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അതിന് ശേഷം എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്നും കിട്ടിയിട്ടില്ല. ഇതുവരെ ഒന്നും വിളിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു അവിടെ വർക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മളാരും കടത്തി വിടാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞങ്ങളെങ്കിലും കടത്തി വിടേണ്ടതായിരുന്നു. അപകട സാധ്യത എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് DYSP വന്നു, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നു, അവരെ ഒന്നും കടത്തി വിട്ടിട്ടുമില്ല. അതായിരിക്കും എനിക്ക് തോന്നുന്നത് വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ടാവില്ല. അതായിരിക്കും കടത്തി വിടാത്തത്. അറിയില്ല കേട്ടോ. ഒരു പ്രതീക്ഷയിലല്ലേ? പ്രതീക്ഷ നമുക്ക് കൈവിടാൻ പാടില്ലല്ലോ. ഇതിപ്പോൾ ഇവിടെ അപകടം നടന്നിട്ട് 5-ാം ദിവസമാണല്ലോ. ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് അനുകൂലമായി മഴ മാറി നിൽക്കുന്നതല്ലേ? തീർച്ചയായിട്ടും ഈ രാവിലെ ഒരു മഴ പെയ്തു എന്നല്ലാതെ അതിനുശേഷം ഒരു മഴ ഇതുവരെ പെയ്തിട്ടില്ല. അനുകൂലമാവട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിരുന്നല്ലോ, അവിടെ കണ്ട കാഴ്ചകളൊക്കെ എങ്ങനെയാണ്? അവിടെ കണ്ട കാഴ്ചകൾ ഇപ്പം റോഡ് ഏകദേശം ഓപ്പൺ ആവാനായിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു വശം. അപ്പുറവശമാണ് ഇപ്പോഴും മണ്ണ് കിടക്കുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വണ്ടി ആളും കിടക്കുന്നത്. അപ്പോൾ അവർ ഈ മണ്ണ് മാറ്റിയിട്ട് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തിയല്ലേ? അത് ആദ്യഘട്ടത്തിൽ അത് തന്നെ നടന്നത്. ഇപ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു വണ്ടി കണ്ടെത്തേണ്ട ഒരു ഇത്രയും പ്രഷർ വന്നതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവർ അതിന് ശ്രമിക്കുന്നത്. ഇന്നലെ ഉച്ച മുന്നേ വരെ ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല. അതായത് നമ്മൾ ഇതിനകത്തൊരു വാഹനം ഒരാളും ഉണ്ട് എന്ന് പറഞ്ഞത് അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്നാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇത് വന്നതിൻ്റെ പിറ്റേന്ന് അന്ന് മുതലേ നമ്മളിത് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ആളതിലുണ്ട് എന്നുള്ളത്. ഇപ്പം എന്താ അവർ പറഞ്ഞത്? അവർ നോക്കാം, അവർ അങ്ങനെയാണ് അന്ന് ആദ്യം പറഞ്ഞത്. ചിലപ്പോൾ വെള്ളത്തിൽ പോയിട്ടുണ്ടാവും, അവിടെ മണ്ണ് അവിടെ നിന്ന് ഇടിഞ്ഞതുകൊണ്ട് ഇപ്പോൾ വണ്ടി അവിടെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ഇപ്പറായിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് മൊത്തത്തിൽ അന്ന് അവിടെ എല്ലാം പണി ചെയ്തുകൊണ്ടിരുന്നത്. ഇത് നമ്മുടെ കേരള സർക്കാരിൽ നിന്ന് ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് കുടുംബമായിട്ട് കുറേ ആൾക്കാർ ബന്ധപ്പെട്ടിട്ടുണ്ട്. KP ഗണേഷ് കുമാർ സാർ ബന്ധപ്പെട്ടിട്ടുണ്ട്, രാജൻ സാർ ബന്ധപ്പെട്ടിട്ടുണ്ട്, നിരവധി ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട്. അവിടെ ഫാമിലി KP ഗണേഷ് കുമാർ സാറൊക്കെ എന്നെ ഡയറക്റ്റ് ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷിക്കുന്നുണ്ട്. സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് പറയുന്നത് അല്ലേ? അതെ, സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുടുംബത്തോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ അങ്ങനെ പറയുന്നു, ഈ സ്പോട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇല്ല, സ്പോട്ടിൽ നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു രീതിയിൽ ഇല്ല. എക്സ്പെക്ടേഷൻ ഒത്തിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇപ്പോഴും പറയുന്നത് വേഗമില്ല എന്നാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് കാര്യം നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. ഇപ്പം വന്നപ്പോൾ എന്താ നിങ്ങൾക്ക് തോന്നി? അപ്പം ആലോചിച്ച് നോക്കൂ, ഇതിൻ്റെ മുന്നത്തെ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ഇവിടെ നടന്നതെന്നുള്ളത്. ഇത്രയും ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് നമ്മൾ അങ്ങോട്ട് കടത്തി അവിടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പോലും ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തെരച്ചിൽ തുടങ്ങി തന്നെയാണ് ഇവിടെ പോലീസൊക്കെ പറയുന്നത്. നമുക്കവിടെ ചെന്നാലറിയാം. ഒരു അനുകൂലമായി കാര്യങ്ങൾ വരും എന്ന പ്രതീക്ഷയിലാണ്. പ്രതീക്ഷയുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ കോഴിക്കോട് വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ ഇപ്പോൾ വൈഫായിട്ടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ? അതെ, തീർച്ചയായിട്ടും അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അർജുനെ ജീവനോട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. വീട്ടിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ പോയിട്ടുണ്ടോ? ഇവിടെ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും? തീർച്ചയായിട്ടും ജനപ്രതിനിധികളുടെ ഭാഗത്ത് അവരെ ബന്ധപ്പെടുന്നുണ്ട് എല്ലാ രീതിയിലും. ജനപ്രതിനിധികൾ അവിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു എല്ലാവരും. കുഴപ്പമില്ല. അവർക്ക് നമ്മുടെ നാടിൻ്റെ ഒരു ഐക്യം ഇവിടെ ഇല്ല. നമ്മുടെ നാടിൻ്റെ കൂട്ടിപ്പിടുത്തം ഇവിടെ ഇല്ല. നമ്മുടെ എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായിട്ട് അഭിമുഖീകരിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്തെങ്കിലും പവറുള്ള ആൾക്കാർക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർജുൻ. നമുക്ക് വെയിറ്റ് ചെയ്യാല്ലേ? എന്തായാലും കുടുംബാംഗമായ ജിതിനും ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് തന്നെയാണ് ജിതിനാണെങ്കിലും. അതുപോലെ കാസർഗോഡ് നിന്ന് പോലീസ് ഉദ്യോഗസ്ഥർ DYSP അടക്കമുള്ള സംഘം വന്നിരുന്നു, മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർ വന്നിരുന്നു. അവരെ ആരെയും ഈ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെ കടത്തിവിട്ടിട്ടില്ല എന്നതാണ് ഇവിടുത്തെ ഉള്ള ജില്ലാ പോലീസ് മേധാവി വന്നതിന് ശേഷം അങ്ങോട്ടേക്ക് പോകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നുള്ള ഒരു മറുപടിയാണ് അവർക്കെല്ലാവർക്കും നൽകിയിട്ടുള്ളത്. പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. മേഖലയിൽ തിരച്ചിൽ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. SDRFിൻ്റെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. എന്തായാലും ആ മേഖലയിലേക്ക് എത്തിച്ചേരുന്നതിന് വലിയ പ്രശ്നം തന്നെയാണുള്ളത്. നമ്മൾ ഈ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു 100 മീറ്ററോളം ദൂരത്തിൽ ഇപ്പോഴും ഒരു